നിതിൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾ ഏകദേശം ആ ഒരു പ്രചരണ ചൂടിലേക്ക് തന്നെ കേരളം കടന്നു എന്ന് പറയാം. സ്ഥാനാർത്ഥി നിർണയമെല്ലാം ഏകദേശം പൂർത്തിയായി. ഇനി BJP മാത്രമേ കുറച്ച് ഇടങ്ങളിൽ ബാക്കിയുള്ളൂ. പക്ഷെ ഇപ്പൊ ഈ ഒരു അവസരത്തിൽ ഇപ്പൊ ഈ പ്രചരണം ഏകദേശം ഇങ്ങനെ കയറി വരികയാണ്. ഈ ഒരു അവസരത്തിൽ നേരത്തെ എല്ലാവരുടെയും ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നത് ഭരണവിരുദ്ധ വികാരം സജീവമാണ്. ഇപ്പോഴത്തെ LDF ഗവൺമെന്റ് ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ UDFന്റെ വിജയ സാധ്യത വളരെയധികം കൂടുതലാണ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ എന്നാൽ ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയവും ഇതെല്ലാം സംബന്ധിച്ച് UDF കോൺഗ്രസിൽ ഉണ്ടായ ചില പിണക്കങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ വീണ്ടും ഒരു പിണറായി LDF 3.0 വരാനാണ് സാധ്യത എന്ന് ചിലയിടങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. അതിന്റെ സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് കരുതുന്നു? തീർച്ചയായും UDFനെ സംബന്ധിച്ചിടത്തോളം UDF നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി പട്ടിക വേഗം പ്രഖ്യാപിച്ചു എന്ന് യാഥാർത്ഥ്യമാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു മുൻപ് UDF നേതാക്കന്മാർ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങളുടെ പട്ടിക വരും, പിന്നീട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം ഞങ്ങളുടെ പട്ടിക വരുമെന്നാണ്. എന്നാൽ ഒരു പട്ടികയും വരാത്തത് അല്ലെങ്കിൽ അത് അണികൾക്കിടയിൽ ചില സ്വാരസ്യങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്, അണികൾക്ക് ചെറിയ മുറുമുറുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോഴും പറയുന്നത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. സ്ഥാനാർത്ഥി പട്ടിക വൈകിയത് ഡൽഹിയിലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ്. കേരളത്തിലെ മാത്രമല്ല മറ്റ് ആസാം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, പുതുച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക വൈകിയതെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. പക്ഷേ ഇത് കേരളത്തിലെ വോട്ടർമാർ, കേരളത്തിലെ കോൺഗ്രസിനെ ഒരിക്കലും അധികാരത്തിലേറ്റുന്നത് കോൺഗ്രസ് പ്രവർത്തകരോ അല്ലെങ്കിൽ UDF പ്രവർത്തകരോ അല്ല, നിഷ്പക്ഷരായ വോട്ടർമാരാണ്. അവരിതെങ്ങനെ വിലയിരുത്തും എന്നതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു ചോദ്യം. കാരണം തമ്മിലടിക്കുന്ന ആളുകൾക്ക് അധികാരം കൊടുത്തിട്ട് എന്ത് കാര്യം എന്ന ഏതെങ്കിലും ഒരു വോട്ടർ ചിന്തിച്ചാൽ അവർ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ ഭരണവിരുദ്ധ വികാരം മുതലാക്കാവുന്ന തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, ഇനിയും പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഏകദേശം 17 ദിവസത്തോളം ബാക്കിയുണ്ട്. ആ പ്രവർത്തനങ്ങളുമായി താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനങ്ങളിലേക്ക് ഇറങ്ങുക. എന്നാൽ ഇതിനെ മറികടക്കാൻ കഴിയുമെന്നാണ് എന്റെ വ്യക്തിപരമായ ഒരു വിശ്വാസം. അതായത് നിതിൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇനിയുള്ള പ്രചരണത്തിൽ ഇപ്പോ ചെറിയ അഭിപ്രായ വ്യത്യാസം പല നേതാക്കന്മാർക്കും ഉണ്ട്, നേതാക്കന്മാർ തമ്മിലുണ്ട്. അപ്പോ സീറ്റ് കിട്ടിയെന്നും കിട്ടിയില്ലെന്നും എന്ന് പറഞ്ഞ്, അതായത് രഹസ്യമായിട്ടല്ല, പ്രകടമായി തന്നെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പോ അവരെല്ലാം അതെല്ലാം മറന്ന് ഒന്നിച്ച് പ്രചരണത്തിന് ഇറങ്ങുകയാണ് എങ്കിൽ ഇപ്പോഴുള്ള ആ ഒരു ഇത് മാറി UDFന്റെ വിജയം സുനിശ്ചിതമാണ് എന്നാണോ നിതിൻ കരുതുന്നത്? തീർച്ചയായും UDFന് ഒരു എഡ്ജ് ഇപ്പോൾ ചെറുതായി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യം. നമ്മൾ എത്ര പറഞ്ഞാലും ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, മാധ്യമങ്ങളിൽ വന്ന വാർത്തകളൊക്കെ UDFന്റെ ഒരു എഡ്ജ്, ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ടെന്നൊരു കാര്യമാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തീകരിച്ചതോടുകൂടി താഴെത്തട്ടുള്ള പ്രവർത്തനങ്ങൾ ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയും. അത് വലിയ അസ്വാരസ്യങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോയാൽ ആ എഡ്ജ് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു വിശ്വാസം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് ഒരിക്കലും പാർട്ടി പ്രവർത്തകരല്ല, അത് നിഷ്പക്ഷരായ വോട്ടർമാരാണ്. അവരുടെ മനസ്സിന്റെ അകത്ത് കോൺഗ്രസ് എന്നൊരു വികാരം, അതായത് കോൺഗ്രസ് വന്നാൽ കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊരു വികാരമുണ്ടായിരുന്നു. അതിനെ ഈ തമ്മിലടിയും സ്ഥാനാർത്ഥി പട്ടികയിലെ വൈകിപ്പിക്കലും മാത്രമല്ല, പല സ്ഥാനാർത്ഥികൾക്കെതിരെയും പരസ്യ പ്രതികരണമായി യുവ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നു. അമ്പലപ്പുഴ G. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം കൂടുതൽ യൂത്ത് കോൺഗ്രസ് വിഷയത്തിലാണ്. കണ്ണൂരിൽ തളിപ്പറമ്പിലും പയ്യന്നൂരിലും CPM വിമതരെ പിന്തുണയ്ക്കൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം, അവർ പരസ്യമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ പരസ്യമായി പ്രതികരിക്കുന്ന സാഹചര്യം. പുനലൂരിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസിന്റെ വിമതൻ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. പലയിടങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഈ നിഷ്പക്ഷരായ ആളുകൾ നോക്കിക്കാണുകയും അവരുടെ മനസ്സിനകത്ത് ഇവരെ ജയിപ്പിച്ചിട്ട് എന്ത് കാര്യം, ഇവർ അധികാരത്തിൽ വന്നാലും തമ്മിലടിക്കുകയാണെന്ന് തോന്നിയാൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇതിനെല്ലാം മറികടക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമാണ് കോൺഗ്രസ് ക്യാമ്പ് പങ്കുവെക്കുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ കോൺഗ്രസ് ശക്തമായ ഒരു നിലപാടെടുത്ത് മാറ്റി നിർത്തിയുണ്ടായി. അപ്പൊ അന്ന് ജനങ്ങൾ ആദ്യം എല്ലാവർക്കും ഇതുപോലെ ഒരുപാട് കേസുകൾ CPM ഉണ്ടല്ലോ, എന്നിട്ട് LDF അങ്ങനെ ഒന്നും എടുത്തിട്ടില്ലല്ലോ എന്ന ഒരു രീതിയിലുള്ള ഒരു അഭിപ്രായം ഉണ്ടായെങ്കിലും തെരഞ്ഞെടുപ്പിൽ അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അനുകൂലമായി തന്നെ, കാരണം ഇത്രയും ശക്തമായ സ്ത്രീപക്ഷ നിലപാടെടുത്തു എന്നൊരു രീതിക്കാണ് അതിനെ വിലയിരുത്തലുണ്ടായത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് PK ശശി വന്നപ്പോൾ, ശശിക്ക് അദ്ദേഹം നേരത്തെ CPM-ലായിരുന്നപ്പോൾ ഇതുപോലൊരു ആരോപണം നേരിട്ട ഒരു വ്യക്തിയാണ്. തീവ്രത കുറഞ്ഞു എന്ന CPM-ന്റെ ആൾക്കാരുടെ വിലയിരുത്തൽ കാരണം രക്ഷപ്പെട്ടു പോകുന്നയാളാണ്. പക്ഷെ അദ്ദേഹം പാർട്ടി വിട്ട് വന്നപ്പോൾ കോൺഗ്രസിൽ സീറ്റ് കൊടുക്കുകയും മത്സരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു കോണിൽ നിന്ന് ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. രാഹുലിനില്ലാത്ത എന്ത് ഇതാണ് അയാൾക്കുള്ളത് എന്ന രീതിയിൽ ഒരു വിഭാഗം ആൾക്കാർ ചിന്തിച്ചാൽ അതിൽ തെറ്റ് പറയാനുണ്ടോ? തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി മാറ്റി നിർത്തിയത് വലിയ കയ്യടിയോടുകൂടിയാണ് കേരളത്തിലെ ഒരു നിഷ്പക്ഷമതികളായ ആളുകളും കോൺഗ്രസ്
കോൺഗ്രസ് പ്രവർത്തകരും എല്ലാം സ്വീകരിച്ചു. കാരണം തെറ്റ് ചെയ്ത ആളുകളെ സംരക്ഷിക്കില്ല എന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചപ്പോൾ അത് വലിയ ചർച്ചയായി എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലത്തിൽ ചെയ്തത് ഞാൻ പറയുന്നത് ആന മണ്ടത്തരമാണ്, ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം ഏതെങ്കിലും ഒരു കോൺഗ്രസ് ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള വിഷയം ചാനൽ ചർച്ചകളിൽ ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. യുവ നേതാക്കന്മാർ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരാൾക്കെതിരെ, അതും ഒരു MLA-ക്കെതിരെ ആരോപണം വന്ന് 24 മണിക്കൂറിനകം അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയും തൊട്ടടുത്ത നിമിഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തയ്യാറായി ഞങ്ങൾ. നിങ്ങളുടെ പാർട്ടിയിൽ ഒരു MLA-ക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം വന്നപ്പോൾ നിങ്ങളുടെ തീവ്രത അളക്കാൻ കമ്മീഷൻ നിയോഗിച്ചവരല്ലേ എന്ന് എതിരാളികളോട് ചോദിച്ച് അവരെ മുട്ടുമടക്കിച്ച കോൺഗ്രസ് നേതാക്കന്മാർ. പക്ഷേ ഇത് ഈ PK ശശിയെ പോലെ ഇത്തരത്തിൽ ആരോപണം നേരിട്ട ആളെ കോൺഗ്രസ് ഒരു കാരണവശാലും പിന്തുണക്കരുത്. വ്യക്തിപരമായ PK ശശി ഇങ്ങോട്ടേക്ക് വരുന്നതിന്റെ തൊട്ട് മുന്നിലത്തെ നിമിഷം വരെ ഈ കോൺഗ്രസുകാർ ആരോപിച്ചുകൊണ്ടിരുന്നതാണ്. തീവ്രത അളക്കുന്നു. CPM നേതാക്കന്മാരെ അധിക്ഷേപിച്ച ആളുകൾ എങ്ങനെ ഇത് PK ശശിയെ ഒരിക്കലും കേരളീയ സമൂഹം അംഗീകരിക്കില്ല. കാരണം കോൺഗ്രസ് പിന്തുണ കൊടുത്ത് അംഗീകരിക്കില്ല. PK ശശി അംഗീകരിക്കുമ്പോൾ പാർട്ടിയിലെ CPM-ന്റെ ആളുകൾക്കകത്ത് വിഭാഗിത ഉണ്ടോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷെ കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിക്കില്ല. കാരണം അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പാലക്കാട് MLA-ക്ക് ഇല്ലാത്ത എന്ത് പ്രിവിലേജ് ആണ് PK ശശിക്ക് ഉള്ളതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ കോൺഗ്രസ് ഇപ്പോൾ ബാധ്യസ്ഥരാണ്. ഒരു സംശയമില്ലാത്ത. അത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു നിലപാടുണ്ട്. അദ്ദേഹം പറയുന്നത് പാർട്ടി എനിക്ക് തരുന്നത് ആ ഒരു വനവാസകാലമാണ് എങ്കിൽ അത് ഞാൻ നിശബ്ദം അത് അനുസരിക്കും. പക്ഷേ പാർട്ടി കോൺഗ്രസ്സുകാരനായി തന്നെ, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, പാർട്ടി പുറത്താക്കിയാലും അദ്ദേഹം കോൺഗ്രസ് ആയി തന്നെ അദ്ദേഹം നിലനിൽക്കുമെന്ന് പറയുന്നതിലൂടെ ആ രാഹുലിന്റെ മൈലേജ് വീണ്ടും ഉയരുകയാണ് ജനങ്ങൾക്കിടയിൽ. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ഈ ഇപ്പൊ കെ സുധാകരന്റെ അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞോ, അത് കണക്കിലാണ് എൽദോസ് കുന്നപ്പള്ളിക്ക് കോൺഗ്രസ് സീറ്റ് നിഷേധിക്കുന്നത്. അത് എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നിഷേധിച്ച കോൺഗ്രസ് എന്തിന് ഈ PK ശശിയെ പിന്തുണച്ചെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അത് ശരിയാണ്, സാധാരണക്കാരുടെ ചിന്ത അങ്ങനെ തന്നെയാണ് പോകും. പിന്നെ മറ്റൊന്ന്, ഇപ്പോ ദീപ്തി മേരി വർഗീസ്, കെ സുധാകരൻ തുടങ്ങിയ പ്രമുഖരായ നേതാക്കൾക്ക് തന്നെ, BRM ഷഫീർ, ഇവർക്കൊക്കെ നേരത്തെ കോൺഗ്രസ് തന്നെ നേതൃത്വം വാഗ്ദാനം ചെയ്തിരുന്നതായിരുന്നു നിയമസഭാ സീറ്റുകൾ. അതാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടത്. അപ്പോൾ ഒരു കോമൺ ആയിട്ട് MP-മാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ ഇവർക്ക് കൊടുത്തിരുന്ന വാക്കുകൾ പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഇവർ വാക്ക് പാലിക്കുക എന്നൊരു ചോദ്യം വരില്ലേ? തീർച്ചയായും. കെ സുധാകരൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിലടക്കം താൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ആഗ്രഹിച്ചിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്നെ നിർബന്ധിച്ച് മത്സരിപ്പിച്ചതാണെന്നല്ല അദ്ദേഹം പറയുന്നു. കെ സുധാകരൻ കണ്ണൂരിൽ CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തെ ഒരു വലിയ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ എതിർത്തും അതിനെ പ്രതിരോധിച്ചും അടിക്കേണ്ടടുത്ത് തിരിച്ചടിച്ചും തന്നെയാണ് വന്നത്. അത് N രാമകൃഷ്ണനും P രാമകൃഷ്ണനും KP നൂറുദ്ദീനും ഏറ്റവും അവസാനം സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ. സുധാകരൻ കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ വികാരമാണ് എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ സുധാകരന് അവസാന നിമിഷം സീറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും അത് 100% ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക്, സുധാകരനെ സ്നേഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകന്മാർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇതിന്റെ പ്രതിഫലനം ഏത് രൂപത്തിലായിരിക്കും ഉണ്ടാവുക നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാകൂ. അതോടൊപ്പം തന്നെ ദീപ്തി മേരി വർഗീസ് എന്തുകൊണ്ടും കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ KSUവിലെ പൊതുപ്രവർത്തനം തുടങ്ങിയ ആളുകളാണ്. നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയുന്നത് പോലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ 50% വനിതാ സംവരണം വന്നതിന് ശേഷം പാർട്ടിയിൽ സജീവമായ ഒരു വ്യക്തിയല്ല ദീപ്തി മേരി വർഗീസ്. അവർ KSUവിന്റെ നേതൃത്വത്തിൽ മഹാരാജാസ് കോളേജിൽ പ്രവർത്തിച്ച ആളാണ്. പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ ഭാരവാഹിത്വം വഹിച്ച വ്യക്തിയാണ്. ഇപ്പോൾ KPCയുടെ മാധ്യമങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ആ ദീപ്തി മേരി വർഗീസിനെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു. അവർക്ക് മേയറാകുമെന്നൊക്കെ ആയിരുന്നു എല്ലാവരും കരുതിയത്. അവരെ മേയറാക്കിയില്ല. പക്ഷെ അവർക്ക് പിന്നീട് നിയമസഭാ സീറ്റ് ലഭിക്കുമെന്ന് പാർട്ടി ഉറപ്പ് കൊടുത്തിരുന്നു. ദീപ്തി തന്നെയാണ് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. നമുക്ക് ഉറപ്പ് കൊടുത്തത് നമുക്കറിയില്ല. പക്ഷെ ദീപ്തി പറഞ്ഞ വാക്കുകൾ, എനിക്ക് നിയമസഭയിൽ മത്സരിക്കാൻ അവസരം നൽകുമെന്ന് പാർട്ടി തന്നെ അറിയിച്ചിരുന്നു എന്നാണ് ദീപ്തി പറയുന്നത്. എന്തായാലും ദീപ്തി മേരി വർഗീസ് സീറ്റില്ല. കഴിഞ്ഞ തവണ മത്സരിച്ച BRM ഷഫീറിന് ഇത്തവണ സീറ്റില്ല. അങ്ങനെ ഒരുപാട് സീറ്റ് നഷ്ടപ്പെട്ട ആളുകളുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ച അരിതാ ബാബുവിന് സീറ്റില്ല. കായംകുളത്ത് മത്സരിച്ച. എന്തായാലും ഇതെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യും. എന്തിനാ ഇവരെ ദീപ്തി മേരി വർഗീസിനെയും കെ സുധാകരനെ വെട്ടി നിരത്തിയത് എന്തിന് എന്നൊരു ചോദ്യത്തിന് ചിലപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഉത്തരം പറയേണ്ടതായി വരും. കാരണം ദീപ്തി മേരി വർഗീസ് അർഹതയുള്ള ഒരാളാണ്. അവരെ തഴങ്ങിയത് എന്തായാലും അവർ പാർട്ടിക്കെതിരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ലെങ്കിലും അവരെ തഴങ്ങിയത് പാർട്ടി പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ചില പ്രവർത്തകരുടെ ഫേസ്ബുക്ക് കുറിപ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സുധാകരനെ തഴങ്ങിയതിൽ അണികൾ കമർഷം. ഇപ്പോൾ പുറമേക്ക് ശാന്തമാണെങ്കിലും അകത്ത് തിര അലയടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാകുകയും മൂന്നാമതും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്താൽ ഇതിനെ ഓർത്ത് വിലപിക്കാൻ പോലും കോൺഗ്രസിന് അവസരം ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നീട് കേരളത്തിലെ കോൺഗ്രസിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഒരു സ്ഥിതി എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. എന്തായാലും ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ ഇനി സമയമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥികളെ മുഴുവൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നാമനിർദ്ദേശ പത്രികയെല്ലാം പൂർത്തിയായി. തിങ്കളാഴ്ചയാണ് അവസാന ദിവസം. ഇനിയും ഇത് ഒരു കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണമാണെങ്കിൽ പിന്നീട് ഒരു തിരിഞ്ഞുനോട്ടമില്ല എന്നത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം.